أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولوطا إذ قال لقومه أتأتون الفاحشة ما سبقكم بها من أحد من العالمين. إنكم لتأتون الرجال شهوة من دون النساء بل أنتم قوم مسرفون. وما كان جواب قومه إلا أن قالوا أخرجوهم من قريتكم إنهم أناس يتطهرون. فأنجيناه وأهله إلا امرأته كانت من الغابرين. وأمطرنا عليهم مطرا فانظر كيف كان عاقبة المجرمين. അപ്പോൾ സൂറത്തു അൽ അറാഫാണ്. ഓരോ പ്രവാചകന്മാരുടെയും സംഭവങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവേ ഇതിങ്ങനെ വായിക്കുമ്പോഴേ ഇപ്പോൾ നമുക്കറിയാം ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആളത്തത്തെയും തൂക്കത്തിലുമുള്ള കൃത്രിമത്വത്തെക്കുറിച്ച് അവരോട് സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഓരോ ജനസമൂഹത്തിലും ഓരോരോ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പല ആളുകളും ഇതിന് ദുർവ്യാഖ്യാനം ചെയ്ത് പറയാറുണ്ട്. എന്താണ്, ഓരോ പ്രവാചകന്മാരും സാമൂഹികമായ ഓരോ പ്രശ്നങ്ങൾക്കാണ് മുൻഗണന കൊടുത്ത്. തികച്ചും തെറ്റായ ഒരാശയമാണ് ആ പറഞ്ഞത്. അതായത് എല്ലാ പ്രവാചകന്മാരും മുൻഗണന കൊടുത്ത് തൗഹീദിന് തന്നെയാണ്. അത് ധാരാളക്കണക്കിന് ആയത്തുകളിൽ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഈ പ്രവാചകന്മാരെ തന്നെ കുറിച്ച് പറയുമ്പോൾ തന്നെ തുടക്കത്തിൽ എന്താ പറയണത്? അവർ പറഞ്ഞു അള്ളാഹു മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് വേറൊരു ആരാധ്യനില്ല എന്ന് തന്നെയാണ് എല്ലാ പ്രവാചകന്മാർ. മാ അർസൽനാ കബലിക മിൻ റസൂലില്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കണമെന്ന് വഹി നൽകാതെ ഒരു പ്രവാചകനെയും ഞാൻ അയച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ അത് പെട്ടെന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയ കാര്യമാണ്. എന്തപ്പോൾ ഇങ്ങനെ ഈ തൗഹീദ് തന്നെ അങ്ങനെ പറയണത്? ഓരോ പ്രവാചകന്മാരും ഓരോ വിഷയങ്ങളാണ് മുഖ്യ വിഷയങ്ങളാക്കി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇപ്പോൾ ലൂത്ത് നബിൻ്റെതാണെങ്കിൽ എന്താണ്, സ്വവർഗരതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. തെറ്റാണത്. അത്തരം കാര്യങ്ങളെയൊക്കെ അവർ ഊന്നി പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ്, ഏറ്റവും ഒന്നാമതായിട്ട് അവർ പറഞ്ഞത് എന്തിനെക്കുറിച്ച് തന്നെയാണ്? തൗഹീദിനെക്കുറിച്ച് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഈ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, ലൂത്ത് നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദര പുത്രനാണ് ആര്? ലൂത്ത് നബി അലൈഹി ഇസ്ലാം. രണ്ട് പ്രവാചകന്മാരും ഒരേ കാലഘട്ടത്തിലാണ് ജീവിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിലൂടെയാണ്
ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെ നശിപ്പിക്കുവാനുള്ള മലക്കുകൾ പോകുന്നത്. ആ മലക്കുകൾക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിരുന്ന് കൊടുത്തതൊക്കെ ആ മലക്കുകൾക്കാണ്. അവിടെ വെച്ചിട്ടാണ് എന്തായത്, തനിക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്ന സന്തോഷ വാർത്ത ആ മലക്കുകളാണ് അറിയിച്ചത്. അതിനുശേഷം ഞങ്ങൾ ലൂത്ത് നബിൻ്റെ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ആളുകളാണെന്ന് പറയുകയും അവർ പോവുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഒന്നിലധികം പ്രവാചകന്മാർ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നത്, വ്യത്യസ്തമായ സമൂഹങ്ങളിലാണ് അവർ പ്രബോധനം ചെയ്തിരുന്നത് എന്ന്. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രബോധന ചരിത്രത്തിൽ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ഒരു ചരിത്രം പറയണില്ല. അത് ഇബ്രാഹിം നബീനോട് ബന്ധപ്പെടുത്തി തന്നെയല്ലേ പറയണതുള്ളൂ. ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ അവിടെ വന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിൽ ഇടപെട്ടതായിട്ട് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഈ ലൂത്ത് നബി അലൈഹി സ്വലാമിനെ നിയോഗിക്കപ്പെട്ടത് ബഹ്റു ലൂത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ചാവുകടൽ. ഇത് ഫലസ്തീനിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്താണ് ലൂത്ത് നബി അലൈഹി സ്വലാമിനെ നിയോഗിച്ചിട്ടുള്ളത്. ഖുർആനിലെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞ ഉടനെ ലൂത്ത് നബിനെ കുറിച്ച് പറയും. ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇബ്രാഹിം നബിക്കെതിരെ ജനങ്ങൾ അവിടെ നിന്ന് എന്താണ് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹിജ്റ പോവുകയാണ് ചെയ്തത്. എല്ലാ സമൂഹങ്ങളെയും നശിപ്പിക്കപ്പെട്ടതുപോലെ ഇബ്രാഹിം നബീൻ്റെ ജനതയ്ക്ക് എന്ത് ചെയ്തിട്ടില്ല, പൊതുവായൊരു നാശം ഇറങ്ങിയിട്ടില്ല എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്നാൽ ബാക്കിയുള്ള ഈ പ്രവാചകന്മാരുടെയൊക്കെ സമുദായത്തിന് എന്താണ്, അള്ളാഹു ഓരോ സമൂഹങ്ങളെ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ലൂത്ത് നബീൻ്റെ സമൂഹത്തിന് നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ കാണുന്നില്ല എന്നർത്ഥം. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നൊരു സംഗതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ലൂത്ത് നബീൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അതിന് പ്രധാനമായിട്ട് മനസ്സിലാവുന്ന ചില ആശയങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ, പിന്നെ നമ്മൾ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടാവും, ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ പുതിയ വിവാദങ്ങളും പ്രശ്നങ്ങളും തീവ്രവാദ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന കുറച്ച് ലേഖനങ്ങളിൽ എന്താണ്, നമ്മൾ പൊതുവേ ഇവിടെ കുറച്ചൊരു ദീനിനെ പ്രതിനിധീകരിച്ച് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് വിമർശകന്മാർ ഉപയോഗിച്ചൊരു പദമാണ് ശുദ്ധിവാദക്കാർ എന്നാണ്. ശുദ്ധിവാദക്കാർ. ശുദ്ധിവാദക്കാർ തസ്കിയത്ത്, ആളുകളൊക്കെ നന്നാകണം, ആളുകളൊക്കെ എന്ത് ചെയ്യണം, ശുദ്ധീകരിക്കപ്പെടണം, നന്നാവണം എന്ന് പറയുന്നൊരു കൂട്ടക്കാരുണ്ട് ഇവിടെ. വേറെല്ലോലൊക്കെ മോശമാണ്, ഞങ്ങൾ മാത്രം കുറച്ച് നല്ല ആൾക്കാർ. അതുകൊണ്ട് ഇവിടെ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം, ശുദ്ധിയുള്ളവരാണ്, തസ്കിയത്തുള്ളവരാവണം എന്ന് വാദിക്കുന്ന ഒരു പുതിയ വിഭാഗം ഇവിടെ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാണ് ഇവിടുത്തെ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം. അപ്പം ഈ ഒരു ലേഖനം കാണുമ്പോൾ തന്നെ ശരിക്കും എന്താ വെച്ചാൽ, ഈ ലൂത്ത് നബിൻ്റെ കാലത്തുള്ള ആൾക്കാർ ലൂത്ത് നബിനോട് പറഞ്ഞ വാക്ക് ഇവിടെയാണ് അത് വരുന്നത്. അവർ വേണമെന്ന് വെച്ചാൽ ഈ ലൂത്ത് നബിൻ്റെ സമുദായത്തിന് നമ്മൾ മനസ്സിലാക്കി സ്വർഗരതിയാണ് അവിടെ. അതായത് വൈകാരികമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് പകരം എന്ത് ചെയ്യുക, പുരുഷന്മാരെ സമീപിക്കുന്ന ഏറ്റവും വൃത്തികെട്ടിട്ടുള്ള ഒരു വ്യഭിചാരത്തിൻ്റെ രൂപം അതായിരുന്നു അവർ സ്വീകരിച്ചിരുന്നതെന്നാണ്. അപ്പോൾ ഇതിലുള്ളൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ശരിയായ നിലക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തൊരു തെറ്റായ കാര്യത്തിനും പിശാചാണ് മനുഷ്യനെ എന്തിനെ തയ്യാറാക്കണം, അറിയാതെ സംശയമല്ല. കാരണം മനുഷ്യൻ അത്രമാത്രം അവൻ്റെ ശരീരത്തിനും അവൻ്റെ അഭിമാനത്തിനും എല്ലാറ്റിനും ദോഷകരമായ സംഗതികൾ അവൻ താല്പര്യപൂർവ്വം ചെയ്യുകയും എന്നാൽ അതിനേക്കാളും അവൻ ആസ്വാദനവും ഗുണകരവുമായ കാര്യങ്ങളെ അവൻ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്തല്ല, ഒരു യാഥാർത്ഥ്യത്തിൻ്റെയോ ഒരു സത്യത്തിൻ്റെയോ പേരിലല്ല. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ വൈകാരികമായ ആവശ്യങ്ങൾക്ക് അള്ളാഹു പ്രകൃതിപരമായി തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്ത്, സ്ത്രീ പുരുഷൻ എന്നുള്ളവർക്കുള്ള ബന്ധം. എന്നാൽ അത്തരം സ്ത്രീകളെ കൈവെടിഞ്ഞ് പുരുഷന്മാരെ സമീപിക്കുക എന്ന് പറയുമ്പോൾ അത്തരമൊരു വൃത്തികേട് അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, പ്രകൃതിപരമായും എല്ലാ നിലക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ശരിയായ നിലക്ക് ചിന്തിക്കേണ്ടതിന് നേരെ വിപരീതമായിട്ടാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ പേരിലൊരു മാരകമായ ശിക്ഷ പോലും അവർ ഏറ്റുവാങ്ങിയെന്ന് പറയുമ്പോൾ തനിക്ക് തന്നെ എതിരായ കാര്യം അതിനേക്കാളും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതിനെ ഒഴിവാക്കി. ഇപ്പോൾ കള്ളുടിക്കുന്ന ആൾക്കാരില്ലേ, ഇന്ന് ബസ് കയറപ്പിൻ്റെ എത്തിൻ്റെ ഒരാൾ ഒരു മണിക്കൂർ നേരം അയാൾ അനുജൻ്റെ മദ്യപാനത്തിൻ്റെ കഥ പറയുന്നു. അവനെന്താ കാട്ടുക, എന്താ ചെയ്യുക? അപ്പോൾ അങ്ങനെ കേട്ടാൽ എന്താ പയ്യിലുള്ളത്, എന്താ പയ്യിലുള്ള ചരിത്രം എന്താ? അവനെന്താണ്, ഒരു പൈസ വീട്ടിൽ കൊടുക്കൂല, എല്ലാ ഭാഗത്തുനിന്നും എന്ത് ചെയ്യും, എവിടുന്നേലൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും,
അവൻ്റെ ഭാര്യ എവിടുന്നെങ്കിലും ഇറന്ന് വാങ്ങി കൊണ്ടുവന്ന് വെക്കണ ഭക്ഷണം അവൻ പോയി കഴിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കിട്ടണ പൈസക്കൊക്കെ അവൻ എന്ത് ചെയ്യും? കള്ളുപിടിക്കും. മകള് +2 കഴിഞ്ഞു, കെട്ടിക്കാനായി. വാപ്പാക്ക് 95 വയസ്സാണ്. വാപ്പാക്ക് ഒരു സമാധാനമല്ല ജീവിതത്തിൽ. ഇവന് ഈ ഒരു അവസ്ഥയിലായും കൊണ്ട് മരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് വാപ്പാക്ക് സമാധാനമില്ല. വാപ്പാൻ്റെ സമാധാനക്കേടോ മകള് പ്രായപൂർത്തിയാകണതോ വീട്ടിലത്തെ കണ്ണീരോ ഒന്നും അയാൾ കാണുന്നില്ല. അയാളെന്താണ്? കുടിക്കന്നെ. രാവിലെ ചെറിയ ബോധം വന്നാൽ 10 മണിക്ക് പിന്നെയും പോവും കുടിക്കുക. എന്താ പേരുള്ളത്? അയാൾക്ക് അങ്ങനെ തോന്നുക, അയാൾ അങ്ങനെ ചെയ്യുക. അല്ല വേറെന്താണ്? മനുഷ്യന് തികച്ചും അവൻ്റെ അഭിമാനത്തിനും അവൻ്റെ ശരീരത്തിനും ദോഷകരമായ കാര്യം താല്പര്യത്തോടെ ചെയ്യുക. അതിനേക്കാളും നല്ലത് അപ്പുറത്തുണ്ട്. തൻ്റെ കുട്ടികളും മക്കളെയൊക്കെ നോക്കി നല്ലതിലേക്ക് ജീവിച്ച എന്തൊരു സമാധാനമുള്ള ജീവിതമാണത്. പക്ഷെ വേണ്ട, അതിന് നേരെ വിപരീതമുള്ള കാര്യം നന്നായി തോന്നുക. അല്ലെങ്കിൽ ഇത്രയും പ്രകൃതിപരമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടും അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? മനുഷ്യൻ അവിഹിതമായതും തെറ്റായതിനേക്കും താല്പര്യം കാണിച്ച് ശിക്ഷ ഏറ്റുവാങ്ങാണ്. അതും മാരകമായ ശിക്ഷ. അപ്പോൾ പ്രത്യേകിച്ച് ഈ കുരുത്തക്കേടും എതിർ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളുടെ ഒരു മനഃശാസ്ത്രമാണത്. അവർക്ക് ഗുണം ഉണ്ടായിട്ടല്ല, തെറ്റിനോടുള്ള മനുഷ്യൻ്റെ ഒരു ആഭിമുഖ്യമാണ് അവിടെ കാണിക്കപ്പെടുന്നതെന്നർത്ഥം. ഒന്നതാണ്. പിന്നെ ഇവിടെ പറഞ്ഞ മാതിരി പിന്നെ ഇന്നഹും ഉനാസുൻ യതദഹറൂൻ, ഇവർ ശുദ്ധിവാദക്കാരായ കുറച്ച് ആൾക്കാരാണെന്നാണ്. അപ്പോൾ എന്താ ഇവിടെ ശുദ്ധിവാദക്കാരെന്ന് പിന്നെ ലൂത്ത് നബിനെയും ആളുകളെ ആക്ഷേപിക്കാനുള്ള കാരണം എന്താ അറിയും? അവരോടത് ചെയ്യേണ്ട അറിഞ്ഞു. ഏത്? ഈ സ്വവർഗരതിയും വ്യഭിചാരവും ചെയ്യരുതേന്ന് പറഞ്ഞതിനാണ് എന്ത് ചെയ്യണത്? ഇവിടെ കുറച്ച് നല്ല ആൾക്കാർ വന്നിട്ടുണ്ട്, ഓലെ എല്ലാവരും നന്നാക്കാൻ നടക്കുകയാണെന്നാണ്. അതേപോലെ പരിഹാസം. ഇവിടെ കുറച്ച് നല്ല ആൾക്കാരുണ്ട്, ഓലെ എല്ലാവരും നന്നാക്കാൻ നടക്കുകയാണ് എന്നതാണ് അവരുടെ ആക്ഷേപം. അപ്പോൾ അതാണ് കാണുന്നത്. പിന്നെ മറ്റൊന്ന് പിന്നെ ലൂത്ത് നബിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ അവസാന സമയത്ത് പോലും ലൂത്ത് നബിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നില്ല. എല്ലാ നിലക്കും ശത്രുക്കൾ ലൂത്ത് നബിൻ്റെ കൂടെ താമസിച്ച് എല്ലാ നിലക്കും ശത്രുക്കൾക്ക് ഒറ്റുകൊടുത്ത് ഈ വീട്ടിൽ മലക്കുകൾ വന്നപ്പോൾ ആ വന്ന വിവരം വരെ പുറത്തുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുന്നത് ആരാണ്? ഭാര്യയാണെന്നാണ് പറയുന്നത്. അത്രമാത്രം സ്വന്തം വീട്ടിൽ നിന്നിട്ട് എന്ത് ചെയ്തു? ഭർത്താവിനെതിരായി. അവസാനം ശിക്ഷ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് പോലും ഒരു പ്രവാചകൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് എന്തായാലും ഇത് പ്രവാചകനാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവും. കാരണം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളൊക്കെ നേർക്കുനേരല്ലേ. ആ വ്യക്തിനെ ഏറ്റവും പരിചയമുള്ള ആൾ ആരായിരിക്കും? ഭാര്യയല്ലേ. പക്ഷെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പടച്ചോന് ഹിദായത്തിനെ കൊടുത്തിട്ടില്ലെങ്കിൽ കിട്ടൂല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അവസാനം നശിച്ചു. അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് സംഗതി. വായിച്ചു നോക്കി. വലൂത്തൻ ഇത് കാലിൽ കൗമി, ലൂത്തിനെയും നാം അയച്ചു, അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. അതായത് യഅ്മുറുഹും ബിഇബാദത്തില്ലാഹി വഹദ. കണ്ടോ, അവരോട് അല്ലാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞു. വയൻഹാഹും അനിൽ ഫാഹിഷ, അതാണ് അത്തൂനൽ ഫാഹിഷത്ത, നിങ്ങൾ നീചവൃത്തിക്ക് ചെല്ലുകയാണെന്ന്. ഫാഹിഷത്താണ് ശരിക്ക് വ്യഭിചാരം തന്നെയാണ്. ശരിക്ക് ഈ സ്വവർഗരതി നടത്തുന്ന ആളുകളെയൊക്കെ എന്ത് ചെയ്യണം? തലവെട്ടണം എന്നാണ് ഇസ്ലാമിക ശരീഅത്തിൽ സാധാരണ പറയാറുള്ള ശിക്ഷ. മുസ്ലിം ഭരണാധികാരികളുടെ കാലഘട്ടങ്ങളിലൊക്കെ നടപ്പിലാക്കിയ രൂപമാതാണ്. അത്രയും മാരകമായിട്ടുള്ള സംഗതികളാണ്. ഇവരെ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ ഒരു പ്രശ്നം മാത്രമല്ല, ഇവരുപയോഗപ്പെടുത്തുന്ന ഈ കുട്ടികളും മറ്റാളുകളൊക്കെ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യും? പല പ്രശ്നങ്ങൾക്കും, ലൈംഗികമായ ചില മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ അവർ നിരന്തരം വിധേയമായിക്കൊണ്ടിരിക്കും. വലിയ ദുരന്തവും വലിയ ദ്രോഹവുമാണ് ചെയ്യുന്നതല്ല. അത്തൂനൽ ഫാഹിഷത്ത മാ സബക്കും ബിഹാമിൻ അഹദി മിനൽ ആലമീൻ. ലോകരിൽ ഒരാളും ഈ പ്രവൃത്തി ഇവരാണ് ആദ്യമായിട്ട് ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ്. ഈ സ്വവർഗരതി ആദ്യമായി സമൂഹത്തിന് പരിചയപ്പെടുത്തിയത്, മാനവരാശിക്ക് പരിചയപ്പെടുത്തിയത് ഇവരാണ്. അതിൻ്റെ മുമ്പ് ഒരാളും ഇത് ചെയ്തിട്ടില്ല എന്നാണ്. മാ സബക്കും ബിഹാമിൻ അഹദിൻ മിനൽ ആലമീൻ, ലോകരിൽ ഒരാളും തന്നെ മുമ്പ് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാകുന്നു ഇത് എന്നാണ്. ഇതിൻ്റെ ഫാഹിഷത്ത് കുറിച്ച് പറയാൻ കാരണം അത്രയും മോശപ്പെട്ട പ്രവൃത്തി ആയതുകൊണ്ടാണ് അത് പറയാറുണ്ട്. ഇബ്തദഊഹ വബുത്തക്കറൂഹ എന്നാണ്. അവരതിനെ പുതിയതായി ഉണ്ടാക്കിയെന്നാണ്. ഇത്രയും നീചമായൊരു പ്രവൃത്തി ഇപ്പോൾ ലോകാവസാനം വരെ ഇത് തുടർന്നു. ഇപ്പോൾ അതിപ്പോൾ നിയമാക്കാനും ഒക്കെയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും എന്താണ് വൈവാഹിക ജീവിതയും ദാമ്പത്യ ബന്ധങ്ങളെയൊക്കെ തകർത്ത് കളയുന്ന മാരകമായ രോഗങ്ങൾ സമൂഹത്തിൽ വരാവുന്ന രൂപത്തിലുള്ള വളരെ മാരകാവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഒരു തെറ്റാണെന്ന് പറയാനും അതിനെ നിരോധിക്കാനും തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താണ്? ശരീഅത്താണ്, ബുദ്ധിയല്ല. അവിടെ ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ എന്താ, ഒരു പുരുഷനെ വിവാഹം കഴിച്ചാൽ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തെറ്റാണെന്ന് പറയാൻ ആർക്കേ പറ്റുള്ളൂ? മതത്തിനേ പറ്റുള്ളൂ. അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ എന്താണ്, അതിൻ്റെ ദുരന്തങ്ങൾ വരുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? മാറി ചിന്തിക്കും. പക്ഷെ അപ്പോഴേക്കും എന്തായിരിക്കും? സമയം വൈകിയിരിക്കും എന്നർത്ഥം. അപ്പോൾ മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ ഇന്നക്കും ലതഅതൂന റിജാല, തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുന്നു? പുരുഷന്മാരുടെ അടുക്കൽ ചെല്ലുന്നു. ഷഹുവത്തൻ, കാമവികാരത്താൽ, മിന്ദൂനി നിസാ, സ്ത്രീകളെ വിട്ടേച്ച് നിങ്ങളുടെ വൈകാരികതയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? പുരുഷന്മാരെ സമീപിക്കുന്നു. ബൽ അൻതും ഖൗമും മുസ്രിഫുൻ, തീർച്ചയായും നിങ്ങൾ അതിരു കവിഞ്ഞ ഒരു ജനതയാകുന്നു എന്നാണ്. ഐ കൈഫ തെദറൂന നിസാ അല്ലാത്തി ഖലഖഹുൻ അല്ലാഹു ലക്കും, അല്ല നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച എല്ലാ നിലക്കും വഫീഹിന്ന അൽ മുസ്തംത അൽ മുവാഫിഖ് ലിശ്ശഹ്വ വൽ ഫിത്ര, പ്രകൃതിയിലും എല്ലാ അർത്ഥത്തിലും ഒരു പുരുഷൻ്റെ വൈകാരികതയ്ക്ക് വേണ്ടി പ്രകൃതിപരമായ എല്ലാ സവിശേഷതകളോടും കൂടെയാണ് ഒരു സ്ത്രീയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് അത് നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ ഏറ്റവും വൃത്തികെട്ട കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ വൽ അൻതും ഖൗമും മുസ്രിഫുൻ, നിങ്ങൾ അതിര് കവിഞ്ഞൊരു ജനതയാണ്. അതിരുകൾക്കുള്ളിൽ ജീവിക്കാനും നിയമാതിർത്തിക്കുള്ളിൽ ജീവിക്കാനും ഒക്കെയുള്ള വഴികളും മാർഗങ്ങളും പറഞ്ഞു തന്നിട്ടും അതെല്ലാം ഇട്ടേച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണത്? തെറ്റിൻ്റെ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഗുരുതരമായൊരു സംഭവമാണ്. തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ. എന്താണ്? ഇത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. വേറെ എന്തും, ഒരു സ്ത്രീയെ നോക്കുന്നത് പോലും തെറ്റാണെന്ന് പറയുന്ന ആളുകളും ഇത്രയും പ്രത്യക്ഷമായ വ്യഭിചാരങ്ങൾ തെറ്റല്ലെന്ന് വിശ്വസിക്കുകയും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സ്ഥാപനങ്ങൾ പോലും ഇത്തരം തെറ്റിന് വേണ്ടി ഉപയോഗിക്കുകയും അതിൻ്റെ പേരിലെ പല വിവാദങ്ങളും പുറത്താക്കലുകളും പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിൽ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും അതിൻ്റെ ഗൗരവത്തോടു കൂടെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഏതായിരുന്നാലും ഇത്രയും ഒരു വൃത്തികേടിനെതിരെ ഒരു പ്രവാചകൻ ശബ്ദിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മറുപടിയാണ് അടുത്ത ആയത്ത്. വമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലൂ അഖ്രിജൂഹും മിൻ ഖറിയത്തിക്കും. വമാ കാന ജവാബ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മറുപടി ഇങ്ങനെ മാത്രമായിരുന്നു. എന്താണ്? ഇല്ല അൻ ഖാലു, എന്താണ്? അവർ പറഞ്ഞതല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. അവർ ഈ മറുപടി പറയുക മാത്രം ചെയ്തത്. എന്താണ്? അഖ്രിജൂഹും മിൻ ഖറിയത്തിക്കും. എന്തിനാ സഹോദരങ്ങളെ നിങ്ങൾ ഈ വൃത്തികേട് ചെയ്യുന്നതെന്ന് ചോദിച്ച പോലെ മറുപടി എന്താണ്? ഇവരെ ഇവിടെ നാട്ടിൽ പുറത്താക്കിയെന്ന്. ആ മറുപടി അഖ്രിജൂഹും മിൻ ഖറിയത്തിക്കും, നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഇവരെ നിങ്ങൾ പുറത്താക്കുവീന്ന്, ഈ നാട്ടിൽ നിന്ന് വരെ അടിച്ചോടിക്കും എന്നായിരുന്നു മറുപടി. ഇന്നഹും ഉനാസുൻ യതതഹ്ഹറൂൻ, തീർച്ചയായും ഇവരെന്താവുന്നു? ശുദ്ധത പാലിച്ചു തരുന്ന ഒരു തരം ആളുകളാകുന്നു. ഇവരൊരു പ്രത്യേക ആൾക്കാരാണ്. ഒരു ഭയങ്കര പരിശുദ്ധന്മാരാണ്. ഓരെല്ലാവർക്കാരും നല്ല ആൾക്കാർ, നമ്മളൊക്കെ മോശക്കാർ. ഇവരൊക്കെ ഒരു ശുദ്ധിവാദക്കാർ, ആൾക്കാർ നന്നാകണം, നമ്മൾ നല്ലവരാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണെന്ന്. പൊതുവേ ഈ ആക്ഷേപവും ഈ ആരോപണവും തിന്മയ്ക്കെതിരെ പ്രതികരിക്കുന്ന, നല്ലതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും അകത്തും പുറത്തും വീട്ടിലും നാട്ടിലൊക്കെ കേൾക്കുന്ന വാദമാണ്, ഉയ്യൊരു നല്ല ആൾ, വേറെല്ലോലൊക്കെ ഇവിടെ മോശം. എന്താ പിജു മാത്രമേ ഇവിടെ നല്ലതുള്ളൂ, വേറെ നമ്മുടെ നല്ല ആൾക്കാരൊന്നുമില്ല. എന്താ നിങ്ങളത് മാത്രമേ ഇസ്ലാം, വേറെയുള്ളതൊന്നും ഇസ്ലാമല്ല അല്ലേ? ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കണ ചോദ്യം തന്നെ. ചോദിച്ചു ഇത്രയും വലിയ തോന്നിയാസം ചെയ്തിട്ടും അതിനെതിരെ ചോദ്യം ചെയ്യുമ്പോൾ ഓർക്ക് തിരിച്ചു പറയാനുള്ളത് എന്താണ്? എന്താ പറയാനുള്ളത്? നിങ്ങളൊരു നല്ല ആൾക്കാർ, നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇവിടെ ഇങ്ങനെ നല്ല ആൾക്കാർ. ഇന്നഹും ഉനാസുൻ യതതഹ്ഹറൂൻ. ശരിക്കും ഇപ്പോൾ ഈ ഖുർആനിലെ ആയത്തുകൾ വായിച്ചാൽ മതി. ഇന്നുള്ള എല്ലാ സംഗതി എന്തുണ്ട്? നമുക്ക് അതിൽ തന്നെ നേർക്ക് നേരം ഇങ്ങോട്ട് കിട്ടുന്ന അർത്ഥം ആണ് നമുക്ക് കാണാൻ പറ്റുന്ന സംഗതി. ഇത് പൊതുവേ ഉള്ള ഒരു ആളുകളുടെ ഒരു സമീപനമാണെന്ത്, നമ്മളെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ആളുകളോട് പറയുകയാണെങ്കിൽ ഓലെന്ത് ചെയ്യും? വേഗം തിരിച്ചു പറയുന്ന കാര്യമാണ്. അതാണ്.
ഐ യതനസ്സഹൂന അൻ ഫെയിലിൽ ഫാഹിഷ എന്നാണ്. അതായത് ഞങ്ങൾ ചെയ്യുന്ന ഇത്തരം തോന്നിയാസങ്ങൾ ചെയ്യാത്ത ആൾക്കാർ, അതാണ് ഇപ്പം നിങ്ങൾ, നമ്മളൊക്കെ ഒരു മോശക്കാരായ ആൾക്കാരും എന്നായിരുന്നു അവരുടെ മറുപടി. എന്താ പറയുക, ഈ ഒരു വ്യത്യസ്തതയും ഈ ഏതൊരു വ്യതിരിക്തയും തന്നെയാണ് പരലോകത്തും ഉണ്ടാവുക. സാബിക്കൂന മുൻകടക്കുന്നവർ തന്നെ, നല്ലവർ തന്നെ. ഇവിടെ നല്ലവരാണ്, പരലോകത്തും നല്ലവരാകുന്നത്. പിന്നെ ഈ ന്യായങ്ങളും മറുപടികളും പറയാനില്ലാത്ത ആളുകൾ എപ്പോഴും ബഹിഷ്കരണമാണ് ആഹ്വാനം ചെയ്യുക. അഹ്രിജൂഹും, ഓർക്ക് മറുപടി ഒന്നുമില്ലെങ്കിൽ പിടിച്ചിട പോലെ ഇറക്കി വിടും, ആട്ടിവിടും എന്താ പറയുക. എന്താ പറയാ കാരണം ഇവർക്ക് ഈ ചോദിക്കേണ്ട ഒരു മറുപടി എന്തില്ല, ഓരോ കയ്യിലില്ല. അപ്പോൾ വേഗം പുറത്താക്കുക, വേഗം എന്ത് ചെയ്യുക, ബഹിഷ്കരിക്കുക, ഹിജ്റ പറഞ്ഞയക്കുക, നാട്ടി വിടുക. അതാണ് ആ പരിപാടി. ഫഅൻജൈനാഹു വഅഹ്ലഹു ഇല്ലംറഅത കാനത് മിനൽ ഗാബിരീൻ. എന്താ സംഭവിച്ചത് നിങ്ങൾ? അതായത് അങ്ങനെ ലൂത്ത് നബിയോട് ഒരു രാത്രി അള്ളാഹു പറഞ്ഞു, എന്ത്, നാട് വിട്ട് പോയിക്കോന്ന്. ഒരു പ്രത്യേക നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. പോണ വഴിക്കെന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പറ്റൂല എന്നുള്ളൊരു കൽപ്പനയായി അദ്ദേഹത്തോട് എന്ത് ചെയ്തു, പോകാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ത് ചെയ്തില്ല, അവരുടെ കൂടെ പോകാൻ ഒരിക്കലും തയ്യാറായില്ല. നേരം വെളുത്തപ്പോഴേക്കും ശിക്ഷ വന്നു. മനസ്സിലായില്ലേ? ആ ശിക്ഷൻ്റെ അടയാളങ്ങൾ ഇന്നും എന്താവുന്നുണ്ട്, അവിടെ കാണും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കറണ്ട് പിടിച്ച മാതിരി തരിക്കും. ആ വെള്ളത്തിൽ നമ്മൾ എങ്ങനെ കൈ വെച്ചിട്ട് എന്ത് ചെയ്യാൻ നാവുമെന്ന് വെച്ചാൽ കറണ്ട് പിടിച്ച മാതിരി തരും. ഉപ്പിൻ്റെ ആ സാന്ദ്രത കൊണ്ട് അത്ര തരിച്ചു പോകുന്ന മലന്ന് ശരിക്കും ഇങ്ങനെ കിടക്കാം വെള്ളത്തിൻ്റെ മുകളിൽ. എത്ര വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണ് ഇപ്പോൾ അത്. ഇന്നും അത് അങ്ങനെ കിടക്കുകയാണ് ആ കടൽ. അപ്പോൾ അതാണ് അവർക്കിറങ്ങിയ ശിക്ഷ. നോക്കും അങ്ങനെ എന്ത് ചെയ്തു, വാഞ്ചൈനാഹു അദ്ദേഹത്തെ വാഹിലഹു അദ്ദേഹത്തിൻ്റെ ആൾക്കാരെയും നാം രക്ഷപ്പെടുത്തി. ഇല്ലം റാത്തുഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെന്നാണ്. ഭാര്യ മാത്രം രക്ഷപ്പെട്ടില്ല. കാനത്തുമില്ല ഗാബിരീൻ അവൾ കഴിഞ്ഞു പോയവരിൽപ്പെട്ട, രക്ഷപ്പെടാതെ കഴിഞ്ഞു പോയവരിൽ പെട്ടവളായിരുന്നാണ് എന്ന് പറഞ്ഞാൽ അവൾ ആ ശിക്ഷയ്ക്ക് എന്ത് ചെയ്തു, വിധേയമായി പോവുകയാണ് ചെയ്തതെന്നാണ്. അവൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല എന്നാണ് പറയണത്. പിന്നെ വംതർണ അലൈഹിം മാത്രം, അതാണ് ശിക്ഷ. നാം അവരുടെ മേലൊരു മഴ വർഷിപ്പിക്കുകയും ചെയ്തു. ഒരു മഴ മുസവ്വമത്തൻ ഇന്ദ റബ്ബിക്കലിൽ മുസ്രിഫിന്, ശരിക്കാകുമ്പോൾ ഒരു സീലുണ്ടായിരുന്നു. ഏത്, യാദൃശ്ചികമായി വന്ന ഒരു ദുരന്തമല്ല, അത് ഇവർക്കും വേണ്ടി അവിടുന്ന് അള്ള പ്രത്യേകം അയച്ച ശിക്ഷ തന്നെയാണ് എന്ന് മനസ്സിലാകത്തക്ക വിധത്തിലുള്ള അടയാളം വെക്കപ്പെട്ട കല്ലുകൾ കൊണ്ടാണ് എറിഞ്ഞിരുന്നത്. വാംതർണ അലേഹിം മാത്രം, ഒരു മഴ അവരുടെ മേൽ വർഷിപ്പിച്ചു. ആ കല്ല് മഴ നല്ല ചൂളക്ക് വെച്ച കല്ലുകൾ വന്നിട്ട് തലയിലൂടെ അങ്ങനെ മഴ പോലെ പെയ്യുക. എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് ആലോചിക്കുക. ഫന്ദുർ കൈഫക്കാന ആക്കിബത്തുൽ മുജ്മിൻ, അപ്പോൾ നോക്കൂ ആ കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾ നോക്കൂ എന്നാണ്. അവർ ഒന്നിച്ച് നശിച്ചു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ആ കല്ലുകൾ വന്ന് വീണ വെള്ളമാണ് ഇന്നും ആ അവസ്ഥയിൽ എന്ത് ചെയ്തത്, കിടക്കുന്നത്. ഇതൊക്കെ അള്ളാഹു ഉണ്ട് എന്നുള്ളതിനും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾക്ക് ശിക്ഷ ഉണ്ട് എന്നുള്ളതിനും ഒക്കെയുള്ള കൃത്യമായ തെളിവുകളാണ് നമ്മൾ ഈ വായിക്കുന്ന ആയത്തുകളെല്ലാം എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഷുഐബ് നബിയെക്കുറിച്ചാണ് വായിക്കണം. ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതഅ്തൂനൽ ഫാഹിഷ أتأتون الفاحشة ما سبقكم بها من أحد من العالمين إنكم لتأتون الرجال شهوة من دون النساء
ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ വമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലൂ അഖ്രിജൂഹും മിൻ ഖറിയതികും ഇന്നഹും ഉനാസുൻ യതതഹറൂൻ ഫഅൻജയ്നാഹു വഅഹ്ലഹു ഇല്ലാ ഇംറഅതഹു كانت من الغابرين وأمطرنا عليهم مطرا فانظر كيف كان عاقبة المجرمين